നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എന്താണ് തമിഴ്നാട്ടിലെ അവസ്ഥ? തമിഴ്നാട്ടിൽ വിജയ് പാർട്ടി രൂപീകരിക്കാനാകുമോ? സത്യപ്രതിജ്ഞാ ചടങ്ങൊക്കെ എന്താണ്? വിശദമായി നമുക്ക് നോക്കാം. അടുത്ത മുഖ്യമന്ത്രി വിജയിയോ അതോ EPSോ? ചോദ്യം ശക്തമാവുകയാണ്. രാഷ്ട്രപതി ഭരണത്തിനും സാധ്യതയുണ്ട് തമിഴ്നാട്ടിൽ. അത്തരത്തിലാണ് ഇപ്പോൾ തമിഴ്നാടിന്റെ രാഷ്ട്രീയ സാഹചര്യം ആയിരിക്കുന്നത്. വിജയ് തമിഴ്നാട് മുഖ്യമന്ത്രിയാകുമെന്നും ഇടതു പാർട്ടികളും VCKയും പിന്തുണയ്ക്കുമെന്ന പ്രതീക്ഷയിലാണ് TVK ആയിരിക്കുന്നത്. പക്ഷേ കാര്യങ്ങൾ വിജയ്ക്ക് മുന്നിൽ അത്ര എളുപ്പമല്ല. ഇതിനിടെ വിജയ്ക്ക് ഭൂരിപക്ഷമില്ല എന്ന് ഗവർണർ വാർത്താക്കുറിപ്പ് ഇറക്കി. ഇതും വലിയ വെല്ലുവിളിയായിട്ട് TVKയ്ക്ക് മുന്നിൽ ഉയർന്നു നിൽക്കുകയാണ്. വിജയ്ക്ക് ഭൂരിപക്ഷം തെളിയിക്കാനായില്ലെങ്കിൽ DMK പിന്തുണയോടെ AIDMK സർക്കാരിനുള്ള ചർച്ചകളും സജീവമാണ്. എന്തും സംഭവിക്കാവുന്ന സാഹചര്യം. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ആശങ്ക തമിഴ്നാട്ടിൽ വ്യാപിക്കുന്നുണ്ട്. തമിഴകത്ത് ആരാണ് ഇനി വാഴാൻ പോകുക എന്നതാണ് ചോദ്യം. 16 മണിക്കൂറിനിടെ രണ്ടാം വട്ടവും ലോക്ഭവനിൽ എത്തിയിരുന്നു വിജയ്. പക്ഷേ നിരാശനായി മടങ്ങേണ്ടി വന്നു. കാരണം സർക്കാർ രൂപീകരണത്തിനുള്ള ക്ഷണം കിട്ടാതെ വന്നു. അതുകൊണ്ട് വലിയൊരു നിരാശ വിജയ് അലട്ടുകയാണ്. തമിഴക വെട്രിക്കഴകം കേവല ഭൂരിപക്ഷമില്ലെന്നും 118 MLAമാരുടെ പിന്തുണയില്ലാതെ സ്ഥിരതയുള്ള സർക്കാർ എങ്ങനെ സാധ്യമാകും? ഇതാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ വിജയ്ക്ക് മുന്നിൽ വയ്ക്കുന്ന ചോദ്യം. പിന്നാലെ CPM, CPI, മുസ്ലിം ലീഗ്, VCK പാർട്ടികളുടെ ഓഫീസുകളിലേക്ക് പാഞ്ഞെത്തിയിരുന്നു TVK സംഘം. അവരുടെ കൂടി ഒരു ഒത്തൊരുമയോടെ ഒരു സർക്കാർ രൂപീകരിക്കാനുള്ള നീക്കം. 2 MLAമാരുള്ള 4 പാർട്ടികൾക്കും മന്ത്രിസ്ഥാനവും NDA കക്ഷികളുമായി ബന്ധപ്പെട്ടില്ലെന്ന ഉറപ്പും നേതാക്കൾ മുന്നോട്ട് വെച്ചു. എന്തായാലും നേതൃയോഗത്തിൽ തീരുമാനം ഉടൻ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സർക്കാർ രൂപീകരിക്കുന്നതിൽ നിന്ന് വിജയെ തടഞ്ഞു വോട്ടർമാരുടെ രോക്ഷത്തിനിരയാകാൻ DMK തയ്യാറാകില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഭൂരിപക്ഷം തെളിയിക്കാൻ വിജയ്ക്ക് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നതിലാണ് DMKയിൽ തർക്കം. AIDMK സഖ്യം വേണമെന്ന ആവശ്യവുമായി DMKയിലെ മുതിർന്ന നേതാക്കളും കരുണാനിധി കുടുംബത്തിലെ ചില അധികാര കേന്ദ്രങ്ങളും എത്തിയിട്ടുണ്ട്. സ്റ്റാലിനുമേൽ അവർ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. വിജയ്ക്ക് അധികാരം കിട്ടിയാൽ തുടർ ഭരണത്തിന് സാധ്യതയുണ്ടെന്നും ഭൂരിപക്ഷം തെളിയിക്കാനാകാതെ തിരഞ്ഞെടുപ്പിലേക്ക് പോയാൽ TVK തരംഗമുണ്ടാകുമെന്നുമാണ് മുന്നറിയിപ്പ്. സഖ്യകക്ഷി നേതാക്കളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയ സ്റ്റാലിൻ ജനവിധി വിജയ്ക്ക് അനുകൂലമെന്നും എതിർക്കുന്നത് ധാർമ്മികതയല്ല എന്നുമാണ് വിശദീകരിച്ചിരിക്കുന്നതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ BJP അകറ്റി നിർത്താനായി DMK സഖ്യകക്ഷികൾ TVK പിന്തുണയ്ക്കുന്നതിനോട് വിരോധമില്ല എന്നും സ്റ്റാലിൻ പറഞ്ഞു. പുതുച്ചേരിയിലെ റിസോർട്ടിൽ തങ്ങുന്ന AIDMK MLAമാരെ സന്ദർശിച്ച എടപ്പാടി പളനിസ്വാമി രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിശദീകരിച്ചു. എന്നാലും തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം അതിനിർണായക ദിനമായി ഇന്ന് മാറും. ഇന്നറിയാം എന്താണ് സംഭവിക്കുക എന്നത്. തമിഴക വെട്രിക്കഴകം അധ്യക്ഷൻ വിജയ് തമിഴ്നാട് മുഖ്യമന്ത്രിയാകുമോ എന്ന് ഇന്നറിയാം. 3 പാർട്ടികളുടെ യോഗങ്ങളാണ് വിജയുടെ പ്രതീക്ഷ. പിന്തുണ തേടി TVK നൽകിയ കത്ത് ചർച്ച ചെയ്യാൻ ഇടതു പാർട്ടികളും VCKയും യോഗം ചേരുന്നുണ്ട്. MK സ്റ്റാലിന്റെ അനുമതിയോടെ TVKയ്ക്ക് പുറത്തുനിന്ന് പിന്തുണ നൽകാൻ സാധ്യതയുണ്ട് എന്നാണ് വിലയിരുത്തൽ. അതേസമയം രജനീകാന്തും കളത്തിലിറങ്ങിയിരിക്കുകയാണ്. അതായത് തമിഴ്നാട്ടിലെ ഈ സർക്കാർ രൂപീകരണ ചർച്ചയൊക്കെ പുരോഗമിക്കുന്നതിനിടെ ആർക്കും വ്യക്തമായ ഒരു ഭൂരിപക്ഷം ഇല്ല. അതുകൊണ്ട് തന്നെ പ്രതിസന്ധിയിലാണ്. ഈ ഒരു സാഹചര്യത്തിൽ രജനീകാന്ത് മുൻ മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ്. ഇന്നലെ സ്റ്റാലിന്റെ വീട്ടിലെത്തി തിരഞ്ഞെടുപ്പ് തോൽവിയിൽ ആശ്വസിപ്പിച്ച രജനി കളത്തിൽ സജീവമായി തന്നെയുണ്ട്. മറ്റെന്തെങ്കിലും മാജിക്കുകൾ സംഭവിക്കുമോ എന്നാണ് ചോദ്യം. ഇന്നലെ ഉച്ചയോടെ മുതിർന്ന DMK നേതാവ് രജനിയുടെ വീട്ടിലെത്തിയിരുന്നു. മുൻ മന്ത്രി EV വേലുവാണ് പോയസ് ഗാലിന്റെ വീട്ടിലെത്തി രജനീകാന്തിനെ സന്ദർശിച്ചത്. സ്റ്റാലിന്റെ വ്യക്തമായ സന്ദേശവുമായാണോ ഇദ്ദേഹം രജനീകാന്തിനെ സന്ദർശിച്ചതെന്ന ചോദ്യം ഒരു വശത്ത് നിൽക്കുകയാണ്. തിരഞ്ഞെടുപ്പ് സമയത്ത് വിജയിനെ രജനി പരസ്യമായി എതിർത്തിരുന്നു. അതുകൊണ്ട് തന്നെ വിജയ്ക്ക് ഒരു ശത്രുവായി രജനീകാന്ത് ഇവിടെ മാറുകയാണ്. മാത്രമല്ല മുൻ മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമി ഗവർണറെ കാണാൻ തീരുമാനിച്ചുവെന്ന ഒരു അഭ്യൂഹങ്ങൾ കൂടി വർദ്ധിക്കുന്നുണ്ട്. വൈകിട്ട് ഗവർണറെ കാണുമെന്നാണ് എടപ്പാടി ആദ്യം അറിയിച്ചത്. പിന്നീട് തീരുമാനം മാറ്റുകയായിരുന്നു. ആദ്യം റിസോർട്ടിലുള്ള MLAമാരെ കാണുമെന്നും ശേഷമാകും ഗവർണറെ കാണുക എന്നുമാണ് വ്യക്തമാകുന്നത്. ഇതിനായി EPS പുതുച്ചേരി റിസോർട്ടിലേക്ക് തിരിച്ചിരുന്നു. എന്തായാലും എന്താണ് സംഭവിക്കുക എന്നൊരു ചോദ്യം ശക്തമായി നിൽക്കുകയാണ്. തമിഴ്നാട്ടിലെ രാഷ്ട്രീയം ഒരു മുൾമുനയിൽ നിൽക്കുന്ന സാഹചര്യം. ഇനി നമുക്ക് ബംഗാളിലേക്ക് പോകാം. ബംഗാളിലെ സ്ഥിതി എന്താണ്? ബംഗാളിലെ മുഖ്യമന്ത്രി മമതാ ബാനർജി തോൽവി അംഗീകരിക്കാൻ തയ്യാറല്ല, രാജിവെക്കാൻ തയ്യാറല്ല എന്നാണ് പറയുന്നത്. ബംഗാളിൽ മന്ത്രിസഭയെ പുറത്താക്കി ഗവർണർ ഉത്തരവിറക്കിയിരുന്നു. സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണത്തിന് ശുപാർശയുണ്ട്. അങ്ങനെ വർഷങ്ങളായി തുടങ്ങിയ മോദി ദീദി തർക്കം അത് വലിയൊരു പരിസമാപ്തിയിലേക്ക് എപ്പോൾ നയിക്കപ്പെടുമെന്ന ചോദ്യമാണ് ഉയരുന്നത്. പശ്ചിമ ബംഗാൾ സർക്കാരിനെ പിരിച്ചുവിട്ടുവെങ്കിലും അത് ഈ ഒരു കസേരയിൽ നിന്നും വിടില്ല, അല്ലെങ്കിൽ കസേരയിൽ നിന്ന് പോകില്ല എന്ന ഒരു തീരുമാനമാണ് മമതയ്ക്കുള്ളത്. രാജിവെക്കാൻ തയ്യാറാകാത്തത് കൊണ്ടാണ് ഗവർണർ RN രവി മമതാ മന്ത്രിസഭയെ
പിരിച്ചുവിട്ട് ഉത്തരവിറക്കിയത്. തിരഞ്ഞെടുപ്പ് തോൽവി അംഗീകരിക്കില്ലെന്ന് പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാൻ മമതാ ബാനർജി കൂട്ടാക്കാതിരിക്കുന്ന സാഹചര്യത്തിലാണ് ഗവർണർ പിരിച്ചുവിട്ടുകൊണ്ടുള്ള നടപടി സ്വീകരിച്ചത്. എന്തായാലും ബംഗാളിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ച് രാഷ്ട്രീയ നിരീക്ഷകൻ രാജേന്ദ്രൻ പന്തളം കഴിഞ്ഞ ദിവസം മലയാളി വാർത്തയോട് പ്രതികരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. അയ്യോ, ഇപ്രാവശ്യം 2 കൊലപാതകം ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം 28 കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. ഇപ്രാവശ്യം കേന്ദ്രസേന നല്ല രീതിയിൽ വിന്യസിച്ചിരുന്നത് കൊണ്ട് വലുതായിട്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഇതും പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു സംഭാഷണം പറയാം. ബംഗാളിൽ കേട്ട ഒരു സംഭാഷണം കൽക്കത്തയിലെ. ബമോറ ഏകോർ ജയശ്രീ രാമ ബോൾത്തെ ഗുരു ഹോയ് കച്ചേ. നല്ല മനസ്സിലായോ? പേടിക്കണ്ട. പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം, അയ്യോ ബംഗാളിൽ ഇപ്പോൾ മാർക്സിസ്റ്റുകാർ പോലും ജയ് ശ്രീറാം എന്ന് വിളിച്ചു തുടങ്ങിയിരിക്കുന്നു. 2 നാട്ടുകാർ തമ്മിൽ പറയുന്ന ഒരു സംഭാഷണമാണ്. ശരിക്കും നടന്ന കൽക്കട്ട നഗരത്തിൽ ജയ് ശ്രീറാം വിളികൾ വീണ്ടും മുടങ്ങിയിരിക്കുന്നു. ഇത് വിളിച്ചാൽ പേടിയാവും. ജയ് ശ്രീറാം വിളിക്കുന്നവരെ തട്ടുമായിരുന്നു അവിടെ. ഇപ്പോൾ CPM-കാർ പോലും ജയ് ശ്രീറാം വിളിച്ചു തുടങ്ങി എന്ന് പറഞ്ഞാൽ അവർക്ക് പേടിയില്ലാതായി എന്നതിൻ്റെ അർത്ഥം. CPM-കാരവിടെ പ്രവർത്തിക്കാതിരുന്നതിൻ്റെ കാര്യം എന്തെന്നറിയോ? CPM-കാരുടെ കംപ്ലീറ്റ് CITUവിൻ്റെയും കംപ്ലീറ്റ് ഓഫീസുകൾ തൃണമൂൽ ഗുണ്ടകൾ വന്ന് പിടിച്ചടക്കി തൃണമൂലിൻ്റെതാക്കി മാറ്റി. ഇപ്പോൾ ഈ BJP ജയിച്ചു എന്ന് പറഞ്ഞതിന് ശേഷമാണ് CITUവിൻ്റെയും CPM-ൻ്റെയും ഒക്കെ ഓഫീസുകൾ അവർ തുറക്കാൻ ധൈര്യം കാണിച്ചത്. CPM-കാരെ കൊന്നിട്ടുണ്ട്, തൃണമൂൽക്കാരെ. ഒരക്ഷരം മിണ്ടാൻ പറ്റിയിട്ടില്ല അവിടുത്തെ CPM. അനങ്ങിയിട്ടില്ല. പിടിച്ചെടുത്തില്ല. ഓരോന്നായിട്ട് ഇനി പിടിച്ചടക്കും. ഇവിടുത്തെ പരിപാടി അങ്ങനെ. ഇനി ഇതിൻ്റെ ഗുണ്ടകൾ, ഇതാണ് BJPക്ക് വലിയ തലവേദനയാകാൻ പോകുന്നത്. ഈ ഇതുവരെ തൃണമൂലിൻ്റെ ഗുണ്ടകളായിട്ട് നടന്ന ഗുണ്ടകൾ മുഴുവൻ, അതിൽ ഈ ഇസ്ലാമിസ്റ്റുകളൊക്കെ ബംഗ്ലാദേശിലേക്ക് പോയി, പേടിച്ചു പോയി. അല്ലാത്തവരൊക്കെ കയറി BJPയിൽ വന്ന് നിന്നിറങ്ങും, ഗുണ്ടായുസം കാണിക്കാൻ തുടങ്ങും. അവരെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് പുതിയ ഗവൺമെൻറ്റിൻ്റെ മുമ്പിലുള്ള വലിയ വെല്ലുവിളി. അതുകൂടാതെ ഒരു വലിയ വെല്ലുവിളി റൈറ്റേഴ്സ് ബില്ലിംഗ് ആണെന്ന് പറഞ്ഞാൽ നബന്ന എന്നാണ് അവിടുത്തെ സെക്രട്ടേറിയറ്റിൻ്റെ പേര്. നമ്മുടെ ഹജൂർ കച്ചേരി എന്ന് പറയുന്ന പോലെ നബന്ന എന്നാണ് അവിടെ അറിയപ്പെടുന്നത്. ഈ നബന്നയിലെ മുഖ്യമന്ത്രിയുടെ കസേരയിൽ കയറി ഇങ്ങനെ അള്ളിപ്പിടിച്ചങ്ങ് ഇരിക്കുകയാണ് മമതാ ബാനർജി. ജന്മത്തത് വിടുകയില്ല എന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ കേട്ടിട്ടേ ഉള്ളൂ. അധികാരത്തിൽ കടിച്ചു തൂങ്ങിയിരിക്കുക, ഇത് പിടിച്ചു തൂങ്ങിയിരിക്കുക. ഞാൻ മാറത്തില്ല. ജനവിധി വന്ന് അവരുടെ എക്സ്പയറി ഡേറ്റും കഴിഞ്ഞു, എന്നാലും ഞാൻ മാറത്തില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. കാര്യം എന്താ? ഇത് മാറിക്കഴിഞ്ഞാൽ സകലമാന ഗുണ്ടകൾ ഇവരെ ഇട്ട് ഓടിക്കും. ഇതുവരെ അവർക്ക് വേണ്ടി ചെണ്ട കൂട്ടി നടന്നിരുന്ന ഗുണ്ടകളെല്ലാം കൂടി ഇവരെ ഓടിക്കും. അതാണ് ബംഗാളിലെ ജനാധിപത്യം. ഇനിയിപ്പോൾ ഇതാ നമുക്കൊരാശ്വാസമുള്ളത്, ഇപ്പോൾ ഇവിടെ വന്ന് ഈ സമാധാനം സ്ഥാപിച്ച മരണത്തിൻ്റെ നിരക്ക് എണ്ണം 28-ൽ നിന്ന് 2 കുറച്ച, അക്രമങ്ങളുടെ എണ്ണം വ്യാപകമായി കുറച്ച, റീപോളിൻ്റെ എണ്ണം 1 മാത്രം തീർത്ത, അതായത് ഒരു മണ്ഡലത്തിൽ, ഇനിയിപ്പം എല്ലാം ആയിട്ടില്ല, ഒരു മണ്ഡലത്തിൽ ഇനി റീപോളിംഗ് നടക്കുകയാണ്, ഫലം അപ്പോഴേ അറിയും, ആക്കി തീർത്ത കേന്ദ്രസേനയാണ് ഇതിലെ ഏറ്റവും വലിയ തിളക്കമാർന്ന തെരഞ്ഞെടുപ്പിലെ സൂര്യോദയം. പിന്നെ ഇലക്ഷൻ കമ്മീഷൻ സ്റ്റഡി ആയിട്ടും സ്റ്റേണായിട്ടും നിന്നു. ഇതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് ശരിയായിട്ടൊരു തെരഞ്ഞെടുപ്പ് ഇപ്പോഴാണ് നടക്കുന്നത് അവിടെ. മമത 15 വർഷത്തിനിടയിൽ. അതിനു മുമ്പും ചുവന്നനെ നടന്നിട്ടില്ല. ജ്യോതി ബാസുവിൻ്റെ കാലത്ത് ഇതേ ഗൂണ്ടകൾ തന്നെ ബൂത്തുകൾ പിടിക്കുകയും CPM അല്ലാതെ ആർക്കെങ്കിലും വോട്ട് ചെയ്താൽ നിന്നെയൊക്കെ തട്ടിക്കളയുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് CPM അവിടെ ജയിച്ചിട്ടുള്ളത്. തീർന്നില്ല. അതിനു മുമ്പ് സിദ്ധാർത്ഥ ശങ്കർ റേയുടെ ഭരണമായിരുന്നു. ആ കാലഘട്ടത്തിൽ ഇതേ ഗൂണ്ടകൾ തന്നെയാണ് സിദ്ധാർത്ഥ ശങ്കർ റേയോട് ഒപ്പം ഗൂണ്ടായുസം കാണിച്ചുകൊണ്ട് CPM-നെ ഒതുക്കി തീർത്തതെന്ന് TMC ഇല്ല. അതാണ് അതിൻ്റെ നീണ്ട ചരിത്രം. അപ്പോൾ ഇപ്പോഴത്തെ വലിയൊരു പ്രശ്നമായിട്ട് മമതാ ബാനർജി കൊണ്ടു നടക്കുന്ന, അവരവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗുണ്ടകൾ അവർക്കെതിരെ തിരിയും. സകലമാന ശക്തിയും തീരും. ഗാന്ധീപം കയ്യിലില്ലാത്ത അർജുനൻ്റെ അവസ്ഥയിലായി തീരും.